എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന +2 അക്കൗണ്ടൻസി ഫൈനൽ എക്സാമിന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിർബന്ധമായും ഇത്രയും ഭാഗങ്ങൾ നോക്കിയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാലിക്കേണ്ട റൂൾസുകൾ ഏതൊക്കെയാണെന്നുള്ളത് 5 റൂൾസാണുള്ളത്. ഇതിൽ രണ്ടാമത്തേക്ക് നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ടു ദി പാർട്ട്നേഴ്സ്, അത്രയും പഠിച്ചാൽ മതിയാകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ്. ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 5 എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുൻഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു തിയറിയാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മോഡ്സുകൾ ഏതൊക്കെയാണ്? 5 മോഡ്സുകളാണ്. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേംസ്. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻകമിങ് പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവണ പുതിയ പാർട്ട്ണറിൻ്റെ 2 റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം, എ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് മാർക്ക് അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ആ ഹെഡിങ്സ് മാത്രം എഴുതിയാൽ മതിയാകും. അല്ല 4 മാർക്കിനൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 എണ്ണം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. മാർക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ 2 മാർക്കിനാണെങ്കിൽ 2 എണ്ണം എഴുതിയാൽ മതിയാകും. 4 മാർക്കിനാണെങ്കിൽ 4 എണ്ണം എഴുതേണ്ടതാണ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് സിറ്റുവേഷൻസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം പഠിക്കേണ്ട ഒരു ഡിഫറൻസ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. ഇതെല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്, ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ട ഒരു ഡിഫറൻസ് ആണ് റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊരു 3 എണ്ണം ഉണ്ട്, അത് നന്നായി പഠിക്കുക. ലാസ്റ്റ് പഠിക്കേണ്ട ഒരു തിയറിയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. 5 മോഡ്സാണ് ഉള്ളത്, അത് മാർക്ക് അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്.